തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഞാൻ റീസെന്റ് കാണാനിടയായ ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്, അതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചത്. നാട്ടിൽ നമുക്കൊരു 2 കൊല്ലം പഠിച്ചിട്ട് ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തോ അല്ലെങ്കിൽ UK പോലൊരു രാജ്യത്തോ നമുക്ക് തുടർ പഠനം പോസിബിൾ ആണ് എന്നുള്ള രീതിയിലും അങ്ങനെയുള്ള പല കോളേജസും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ആക്ച്വലി ഒരു ഫേക്ക് സിസ്റ്റം ആയിരുന്നു. ഇന്ന് റീസെൻ്റ്ലി ഒരു കോയമ്പത്തൂരുള്ള ഒരു കോളേജ് ഇതേ പരസ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ആ കോളേജിന്റെ പേര് ഞാൻ പർട്ടിക്കുലറായിട്ട് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അവർ പറയുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം UK-യിലെ ഒരു ലെസ്റ്റർ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി നമുക്ക് ബാക്കി ലാസ്റ്റ് ഇയർ പഠിക്കുകയും അതിനുശേഷം നമുക്ക് അവിടെ 2 years സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഈ ചാലക്കുടിയിൽ ഉണ്ടായിരുന്ന ഒരു കോളേജ് ഇതേ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുകയും ചെയ്തു. അവിടെ ഉണ്ടായ ഒരു അനുഭവം എൻ്റെ അടുത്ത് ഒരു കുട്ടി പറയുകയും അത് ഫേസ് ചെയ്ത പ്രശ്നങ്ങളും പിന്നെ ഇത് എന്തുകൊണ്ട് റിയൽ അല്ല എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പയ്യൻ +2 കഴിഞ്ഞതിന് ശേഷം ഈ കോളേജിൽ ജോയിൻ ചെയ്തു. മറ്റുള്ള പല കോളേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കോളേജിലെ ഫീസ് വളരെ ഹൈ ആയിരുന്നു. അങ്ങനെ ഈ ഫീസ് അവർ പേ ചെയ്ത് 2 കൊല്ലത്തോളം പഠിച്ചു. അപ്പൊ ഈ കോളേജ് കൊടുത്ത ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 2 കൊല്ലം ഇവിടെ പഠിച്ചതിന് ശേഷം ബാക്കി 1 വർഷത്തെ കോഴ്സ് ഇവർക്ക് ഓസ്ട്രേലിയയിൽ പോയി ചെയ്ത് അവിടെ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അതിനുശേഷം അവിടെ സ്റ്റേ ബാക്ക് എടുക്കാം എന്നുള്ളൊരു ഓഫറായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്. പക്ഷേ ഇവരുടെ ഒരു 2-3 ബാച്ച് ഇതിന് മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർക്ക് IELTS മാൻഡേറ്ററി ആയിട്ട് വന്നു. അങ്ങനെ അതിൽ തന്നെ പല കുട്ടികളും IELTS പലപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്ന് അവർക്ക് വന്നായിരുന്നു. 6-ന് മുകളിൽ ഇൻഡിവിജ്വൽ 6-ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വിസ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇൻഡിവിജ്വൽ 6 എടുത്ത് 4-5 സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷമാണ് ഇവർ തിരിച്ചറിയുന്നത് അത് അവിടുത്തെ ഒരു കോളേജ് മാത്രമാണെന്നും അതൊരു യൂണിവേഴ്സിറ്റി അല്ല എന്നും ഉള്ളത്. ഒരു സാധാരണ ഒരു ഗാരേജിന്റെ സൈസിലുള്ള ഒരു കോളേജായിരുന്നു അത്. ഇതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോവാൻ പറ്റാതിരുന്ന ഇവിടെയുള്ള സ്റ്റുഡൻസ് അവരുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് ഇത് കേരളത്തിലെങ്ങും ഇന്ത്യയിലെങ്ങും അപ്രൂവ്ഡ് അല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനോ ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും ഈ സർട്ടിഫിക്കറ്റിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പല എക്സാമ്പിൾസും നമ്മുടെ കയ്യിലുണ്ട്. ഇതേപോലെയുള്ള പല സംഭവങ്ങളും ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ പയ്യൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവൻ എന്നെ പലപ്പോഴും വിളിച്ചതിന് ശേഷം എനിക്ക് കഥകൾ മുഴുവൻ ഞാൻ കേട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ പല കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിരിക്കണം ഡിഗ്രി ചെയ്യണത്. അങ്ങനെ ചെയ്യുന്ന 3 ഇയർ ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഈ യൂണിവേഴ്സിറ്റികളിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച സ്റ്റുഡൻസിന് മാത്രമേ പുറത്തോട്ട് പഠിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച സ്റ്റുഡൻസ് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. ഇത് കൂടുതലാരും ചെക്ക് ചെയ്യാറില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും അപ്രൂവ്ഡ് ആണ്. പക്ഷേ നമ്മൾ തമിഴ്നാടോ കർണാടകയോ അല്ലെങ്കിൽ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സർട്ടിഫിക്കറ്റ്സും നമുക്ക് അവിടെ നിന്ന് സ്റ്റുഡൻസിൻ്റെ നിന്ന് കിട്ടാറുണ്ട്. ഇതേപോലെയുള്ള പല യൂണിവേഴ്സിറ്റീസിലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവസാനം പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം മനസ്സിലാവുന്നത്. ഈ യൂണിവേഴ്സിറ്റീസ് ഒന്നും UGC അപ്രൂവ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ തുടർ പഠനം പുറത്തെ ഒരു നാട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവർക്ക് ഓഫ്കോഴ്സ് നാട്ടിൽ അവർക്ക് അതേ യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ചെയ്യാം. പക്ഷേ പുറത്തോട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി UGCയിൽ പല നോംസുകളുണ്ട്. UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റീസിന്റെ പല നോംസിൽ ഒരു നോംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രാജ്യത്ത് ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ ഒരു ക്യാമ്പസ് വേണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റി പണ്ട് നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ലേണിംഗ് കോഴ്സസ് എടുത്തിരുന്നു.
ഇപ്പോൾ ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ ക്യാമ്പസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കേരളത്തിൽ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം പോലും നടത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങളൊരു റെഗുലർ മാസ്റ്റർ ഡിഗ്രിയോ മാസ്റ്റർ പ്രോഗ്രാമോ ഇന്ത്യയിൽ നടത്തുന്നതിനെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വാസ്തവം. ഇനി അതൊരു ഓട്ടോണോമസ് കോളേജാണ് എന്ന് അവർ പറയുകയാണ്. ഇനി ഓട്ടോണോമസ് കോളേജുകൾക്കും UGC അപ്രൂവ്ഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇതേപോലെ പുറത്തോട്ട് പഠിക്കാനുള്ള കാര്യത്തിന് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് ഉപകരിക്കുകയുള്ളൂ. ഇനി ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അവർക്കും ഈ പല നിയമങ്ങളും ബാധകമാണ്. ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് പോലും പലപ്പോഴും UGC അപ്രൂവലിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം അവർക്ക് UGC അപ്രൂവൽ അല്ല, അവർക്ക് എവിടെയാണോ ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ വന്നത്. അങ്ങനെയുള്ള അപ്രൂവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാത്രമേ അപ്പോഴും പുറത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉള്ള നോംസ് ഓൾറെഡി ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് ഒരു ഡിഗ്രി പ്രോഗ്രാം കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഈ യൂണിവേഴ്സിറ്റികളുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എത്രമാത്രമാണ് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ അവിടെ ചേർന്ന് പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് ചിലപ്പോൾ പാസ് ഔട്ട് ആയതിനു ശേഷം മാത്രമായിരിക്കാം ഇതിനൊരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഇതിൽ വലിയൊരു ട്രാപ്പ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ട്രാപ്പിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനൊരു കാര്യം പറയുന്നത്. ഈ പരസ്യം കണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി അവരൊരു കോളേജ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ പല കോളേജസും മുന്നേ നമ്മുടെ നാട്ടിൽ ക്യാമ്പസുകൾ തുടങ്ങിയിരുന്നു, റൺ ചെയ്യിച്ചിരുന്നു. അവിടെ പഠിച്ച കുട്ടികൾക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും വലിയ റിസ്ക് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പുറത്തു പോയി പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ പുറത്തു പോയി പഠിക്കുക. അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ പുറത്തേക്ക് പോവുക. മാസ്റ്റേഴ്സ് പഠിക്കാൻ പുറത്ത് പോകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂറേഷൻ വളരെ കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ സ്റ്റഡി ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഒക്കെ ആണെങ്കിൽ 1 ഇയർ, അല്ലെങ്കിൽ ഫ്രാൻസ് ഒക്കെ പോലെയാണെങ്കിൽ 1.5 ഇയർ, ജർമ്മനി ഒക്കെ ആണെങ്കിൽ 1.5 ഇയർ, മാക്സിമം 2 ഇയറിനുള്ളിൽ നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് തീർന്നു കിട്ടും. അത് മാത്രമല്ല കൂടിയ ലെവലിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്യാമ്പസ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ചിലപ്പോൾ സിലബസുകൾ എടുത്ത് ഇവിടെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ സിലബസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ അവിടെ പഠിപ്പിച്ച് പാസ്സാക്കാനായിരിക്കാം ഒരു പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴത്തെ നിയമം ആ കാലഘട്ടത്തിൽ നിങ്ങളിത് പഠിച്ച് പാസ്സായതിനു ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് സ്റ്റാൻഡ് എടുക്കണം, അതേപോലെ തന്നെ നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ പ്രപ്പോസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ പുറത്തോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ആവുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജസ് എല്ലാം നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ഒരുപാട് മടങ്ങ് ഹയർ ആയിട്ടുള്ള ഫീസാണ്. അപ്പൊ ഇത്രയും വലിയ ഫീസ് കൊടുത്ത് നിങ്ങൾ ഇവിടെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിന്റെ പുറമെ വരികയാണ്. കാരണം ഈ പറഞ്ഞ UGC അപ്രൂവലോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷന്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഒരു സാധാരണ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ പോലും നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ സജഷൻ, നിങ്ങൾ പുറത്തു പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഡിഗ്രി പോയി പഠിക്കുക. അല്ലെങ്കിൽ ഇനി അത്രയും ലോങ് ടൈം പഠിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്തോട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. ഈ ഷോർട്ട് കട്ട്സ് എടുക്കുന്നത് എപ്പോഴും വലിയ പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർക്ക് വിസയുടെ കാര്യങ്ങളിലും ഞാൻ പറയാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസയുടെ കാര്യങ്ങളിലും ഞാൻ പറയാറുണ്ട്. ഈ നമ്മൾ ഷോർട്ട് കട്ട്സ് നമുക്ക് എളുപ്പമായിട്ട് പറയുമ്പോൾ തോന്നുമെങ്കിലും പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യാം. ആ ഒരു കോളേജിന് അവർ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് പോയി, അത്രേ ഉള്ളൂ. അവർ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് എന്തായാലും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു റിസ്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. പിന്നെ സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻസ് 2025 അഡ്മിഷൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക, വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.